ഈ ഓർമ്മകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്നതും പിന്നെ എനിക്ക് എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് വേറെ വ്യക്തികളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കഥകളുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസിഡൻറ്റ്, അതെൻ്റെ ഡാഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട്. ഡാഡി മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ലിസ്റ്റിൻ്റെ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഡാഡീനെ കാണുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഡാഡി അത് അപ്പുറത്ത് പല്ല് ഡോക്ടറിനെ കാണാൻ പോയിരുന്നു. അപ്പം ഞാൻ അതിന് ഒരാഴ്ച മുന്നേ എനിക്ക് ചെറിയ പല്ല് വന്നിട്ട് പല്ല് പറിക്കലും റൂട്ട് കനാൽ ചെയ്യേണ്ട പല്ല് പറിക്കൽ പരിപാടിയായിട്ട് ഭയങ്കര ചർച്ചയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഡാഡി ഒറ്റയ്ക്ക് പോയി ഡോക്ടറെ കാണുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അകത്തേക്ക് കയറി ചെന്നു. ഡാഡി എവിടെ? ഡാഡി അകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി ഇങ്ങനെ കെടുക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2-3 പല്ല് എടുക്കാനുണ്ട്, 2 പല്ല് അടയ്ക്കാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി കഴിഞ്ഞ ആഴ്ച മുഴുവൻ എൻ്റെ പല്ലിന് വേണ്ടി ഓടിയിട്ട് ഈ നിമിഷം വരെ ഡാഡി എന്താ പറയാതിരുന്നതെന്ന് പറഞ്ഞിട്ട് ഡാഡിയുടെ നെറ്റിയിൽ ഞാൻ കൈ വെച്ചിട്ട് എന്താ പറയാതിരുന്നത്? ഒറ്റയ്ക്കാണോ പല്ല് പറിക്കാനായിട്ട് വരുന്നത്? അപ്പോൾ ഡാഡി അങ്ങനെ ചിരിച്ചു, നീ പോയി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നു. രാത്രി ഞങ്ങൾ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ്, ഏത് റീഹാബ് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ റെഡിയാവുന്ന സമയത്ത് ഡാഡി ഷർട്ടൊക്കെ ഇട്ടിട്ട്, ഡാഡി അങ്ങനെ കുറച്ച് കെയർലെസ് ആണ്, അധികം ഫാഷൻ പരിപാടികളൊന്നും നോക്കാറില്ല. അപ്പോൾ ഡാഡി സ്വെറ്റർ ഇട്ടുണ്ട്. അപ്പോൾ സ്വെറ്റർ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ കിടുക. ഞാൻ പറഞ്ഞു, ഡാഡി ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇട്, നീ ഇതെന്താ ഉദ്ദേശിക്കണത്? ഞാൻ പറഞ്ഞു, കറക്റ്റ് ചെയ്ത് ഡ്രസ്സ് ഇട്ട്. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഉറക്കത്തിൽ ഞാൻ എഴുന്നേറ്റ് പോയി എനിക്ക് ഈ ലഡു അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ കഴിക്കണം എന്നൊരു പരിപാടി ഉണ്ട്. അപ്പം ഞാൻ ബാക്കിൽ കിടന്ന് ഉറങ്ങാം, ഡാഡിയും മമ്മി നടുവിലെ സീറ്റിൽ, ഫ്രണ്ടിൽ അനിയനും ഡ്രൈവറും. അപ്പോൾ ഉറക്കത്തിൽ ഞാൻ 2 പ്രാവശ്യം എഴുന്നേറ്റപ്പോൾ ഡാഡി അപ്പോൾ തന്നെ എനിക്ക് ബിസ്ക്കറ്റ് എടുത്തു തന്നു. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ബിസ്ക്കറ്റ് എപ്പോഴും ഉണ്ടാവും കയ്യിൽ. അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് എടുത്തു തന്നു. അപ്പോൾ ഈ കാഴ്ചയിൽ അവിടുന്ന് ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ലൈറ്റ്, അതിൽ ഡാഡിയുടെ ഒരു തലയുടെ ഒരു ഇമേജ് ഉണ്ട്. എനിക്ക് നോക്കാതെ അങ്ങനെ ബിസ്ക്കറ്റ് എടുത്തു തന്നു. ഡാഡി ഇങ്ങനെ മുന്നോട്ട് നോക്കിയിരിക്കുന്നു. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഓൾറെഡി വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം തന്നെ ആയിരിക്കില്ല, എനിക്ക് ഓർമ്മ വരുമ്പോൾ അതായത് എൻ്റെ കൈ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. മമ്മി ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അനിയനും അവരാണ് നമ്മളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ ഡാഡീനെ പറ്റി, പക്ഷെ ഡാഡിയുടെ നെക്കൊന്നും കാണും. ഡാഡി ആ നടുവിലെ സീറ്റിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഡാഡിയുടെ ഇവിടെ മുറിഞ്ഞിട്ടുണ്ട്, ബ്ലഡൊന്നും വരുന്നില്ല, ഒരു മുറിവുണ്ട്, അത് മാത്രമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വിളിച്ചിട്ട് ഡാഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡാഡി വിളിക്കുന്നുണ്ട്. ഡാഡി മാത്രമാണ് പിന്നെ അവിടെ നിന്ന് കണ്ണ് തുറക്കാത്തത്. അപ്പോൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഹോസ്പിറ്റലൊക്കെ തുടങ്ങണമല്ലോ അവിടുത്തെ, ആ ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ. സാധാരണ നമ്മുടെ അവിടുത്തെ പോലെ വളരെ നല്ല ഹോസ്പിറ്റലുകളൊന്നും അല്ല, ആരും എത്തിയിട്ടൊന്നുമില്ല. അവിടുത്തെ വിളിക്കും ഡാഡി പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, മരിച്ചു എന്നുള്ളത് ഉറപ്പാക്കി. അപ്പം ഞാൻ ഡാഡിയുടെ ബോഡിയോടെ കിടത്തിട്ട്, ഡാഡി സോറി ഡാഡി, ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തു, എൻ്റെ യാത്ര അല്ല ഇത്, എന്തായാലും എല്ലാവർക്കും സംഭവിക്കാനുള്ളത്. ഞാൻ ഡാഡിന് സോറി കൊണ്ട് ഞാൻ വന്നു. കുറച്ച് കഴിയുമ്പോൾ അനിയൻ വന്നിട്ട് പറഞ്ഞു, അവന് ചെറുപ്പത്തിലൊരു മുറിവുണ്ടായിട്ടുണ്ട് ഇവിടെ നെറ്റിയിൽ. പറയാം, എൻ്റെ മുറിഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് ഡാഡിയുടെയും മുറിവ്. പക്ഷെ അന്ന് ഡാഡിയാണ് അവനെടുത്തുകൊണ്ട് പോയി സ്റ്റിച്ചിട്ടത്. ഇന്ന് എനിക്കിപ്പോൾ ഡാഡിനെ കൊണ്ടുപോകാനോ സ്റ്റിച്ചിടാനൊന്നും പറ്റുന്നില്ല. ഡാഡി പോയി, എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല ഡാഡിനെ. ഞാൻ പറഞ്ഞു പോട്ടെ. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ എൻ്റെ തൊട്ട് ദിവസങ്ങളിലെ ഡാഡിയുമായിട്ടുള്ള സീക്വൻസുകളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് നമ്മൾ മരിച്ച ആളുകൾ പറയും,
നീ ഇങ്ങടെ തന്നെ ഒരുക്കണം, ലാസ്റ്റായിട്ട് ഒരുക്കുകയാണോ ഒക്കെ ചോദിക്കുന്ന ചില വിഷലുകൾ എൻ്റെ ഉള്ളിലിങ്ങനെ വന്നുപോയി. ഓ നീ നീ എന്നെ ഒരുക്കണം, എന്നെ നീ കുഴിയിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവസാനമായിട്ട് ഒരുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് മരണത്തിന്. അല്ലെങ്കിൽ നമ്മൾ മഞ്ചേരി വെക്കുമ്പോൾ അവസാനമായിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കും, കുളിപ്പിക്കും, ഡ്രസ്സ് ഇടിപ്പിക്കും. അപ്പോൾ ഞാൻ തലേദിവസം ആ ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുത്തപ്പോൾ ഞാൻ ആലോചിച്ചേ, ഞാൻ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്തത്, നീ എന്നെ എങ്ങോട്ടാ ഈ ഒരുക്കണം എന്ന് ഡാഡി ചോദിച്ച സീൻ ഞാൻ ആലോചിച്ചേ. ഇതൊക്കെ അങ്ങനെ കുറേ സിഗ്നൽസുകൾ ഞാനിങ്ങനെ ഓർത്തെടുത്തപ്പോൾ അവസാന യാത്രയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് പോലെ എനിക്കിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി. ഞാൻ തന്നെ വിടുന്ന പോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും മരിക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, സിറ്റുവേഷൻസ് ഒക്കെ ആലോചിച്ചെടുക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ സൂചനകളോ നമ്മളവരെ ഒരുക്കി അങ്ങോട്ട് വിടുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാം. അവരുടെ മിസ്സിങ് എന്താണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന പെയിനാണ്. ഇതിലേറ്റവും കൂടുതൽ മിസ്സിങ് ഉണ്ടാവുന്നത് മമ്മിക്കാണ്. കാരണം മമ്മിക്ക് ഉണ്ടാവുന്ന മിസ്സിങ് ഞങ്ങളെക്കൊണ്ട് ആരെക്കൊണ്ടും പാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഡാഡിക്ക് തന്നെ പറ്റുള്ളൂ. ഡാഡി ഉള്ള സമയത്ത് ഇത്രയും വലിയൊരു പരിപാടിയാണ് ഡാഡി ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ളത്. ഡാഡി എന്താണ് ചെയ്യണത്, പിന്നാലെ നമ്മളങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ കാര്യവും ധൃതി പിടിപ്പിച്ച് ചെയ്യും, അങ്ങോട്ട് പോവാം. പക്ഷെ അതില്ലാതിരിക്കുന്ന സമയത്താണ് ഇതൊന്നും നടക്കുന്നില്ല. ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ മമ്മി ഒരു സ്ഥലത്ത്, അനിയനൊരു സ്ഥലത്ത്, ഞാനൊരു സ്ഥലത്ത്, അനിയത്തിമാർ വേറൊരു സ്ഥലത്ത്. ഇവരെല്ലാവരെയും കൂടി ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ചില്ലറ പരിപാടിയല്ല. അത് നമ്മളെ കൊണ്ട് പറ്റുന്നുമില്ല. അവിടെ ഇപ്പോഴും ആ വിടവ് ഇങ്ങനെ കിടക്കുകയാണ്.